ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബീനിങ്ങിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 7ാം ക്ലാസ്സിലെ നക്ഷത്രം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ്. ശ്രീമതി ലളിതാംബിക അന്തർജനത്തിൻ്റെ ഓറഞ്ച് കുട്ടി എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള നക്ഷത്രം എന്ന ഈ പാഠഭാഗം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം. നമ്മൾ 7ാം ക്ലാസ്സിന് വേണ്ടി ഇതുവരെ ഇട്ട വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ 7ാം ക്ലാസ് മലയാളം എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. നക്ഷത്രം എന്ന കഥയിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കുട്ടിയാണ്. അവൻ്റെ ചിന്തയിലൂടെയും സ്വപ്നത്തിലൂടെയും ആഗ്രഹങ്ങളിലൂടെയും തിരിച്ചറിവുകളിലൂടെയും മുന്നോട്ട് പോകുന്ന ഈ പാഠഭാഗം നമുക്ക് ഒരുപാട് രസകരമായി വായിച്ചിരിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. മഴ പെയ്തു തീർന്നു, എന്നിട്ടും മാനം തെളിഞ്ഞില്ല. ഇരുട്ടിൽ നക്ഷത്രങ്ങളെ കാണുകയാണ്. അപ്പോൾ കുട്ടി, ഒരു ചെറിയ കുട്ടിയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടി ചിരിച്ചു. അച്ഛാ, നക്ഷത്രം പറക്കുന്നു. അപ്പോൾ കുട്ടിക്ക് പറക്കുന്ന എന്തോ കണ്ടപ്പോൾ നക്ഷത്രം പറക്കുന്നതാണ് എന്ന് തോന്നി. എന്തിനെയാണ് കുട്ടി കണ്ടത് എന്ന് അച്ഛൻ്റെ മറുപടി കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും. അങ്ങനെ നക്ഷത്രം പറക്കുന്നു എന്ന് കുട്ടി പറയുമ്പോൾ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കുട്ടിയുടെ അച്ഛൻ. അത് നക്ഷത്രമല്ല കുഞ്ഞെ, മിന്നാമിനുങ്ങാണ്, ഒരു തരം പുഴു. അപ്പോൾ അച്ഛൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നീ നക്ഷത്രമാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്. കുട്ടികൾ അങ്ങനെയാണല്ലോ, കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുത്തും അറിഞ്ഞും അനുഭവിച്ചും കണ്ടും കേട്ടുമാണ് ഓരോരോ അറിവുകളും കുട്ടികൾ മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ നക്ഷത്രമല്ല, അത് മിന്നാമിനുങ്ങാണ്, ഒരു തരം പുഴുവാണ് എന്ന് കുട്ടിക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടും കുട്ടി വിട്ടുകൊടുക്കുന്നില്ല. അച്ഛൻ എന്തറിയാം, നക്ഷത്രം താഴേക്ക് പോന്നതാണ്. മാനത്ത് നക്ഷത്രമില്ല, എനിക്ക് നക്ഷത്രം വേണം. അപ്പോൾ കുട്ടി പിന്നെയും പറയുന്നു, ഈ പറക്കുന്നത് നക്ഷത്രം തന്നെയാണ്. മഴ പെയ്തപ്പോൾ നക്ഷത്രമൊക്കെ താഴേക്ക് വന്നതാണ്. മാനത്ത് നക്ഷത്രമില്ല, എനിക്ക് നക്ഷത്രം വേണം എന്നാണ് കുട്ടി പറയുന്നത്. അച്ഛൻ പിന്നെയും അവനോട് പറഞ്ഞു നോക്കി, അതൊരു പ്രാണിയാണ്. പകൽ മുഴുവൻ ഇലകൾക്കിടയിലും കാനയിലും ഒക്കെ ഇരുന്ന് രാത്രി മിനുങ്ങി നടക്കുന്ന ഒരു പ്രാണിയാണത്. മിന്നാമിനുങ്ങെന്നാണ് അതിൻ്റെ പേര് എന്നൊക്കെ അച്ഛൻ കുട്ടിയോട് പറയുന്നുണ്ടെങ്കിലും കുട്ടിക്ക് അതൊന്നും വിശ്വാസമാവുന്നില്ല. പിന്നെയും അവൻ്റെ കരച്ചിൽ തുടങ്ങി. അപ്പോൾ അച്ഛൻ അവനെയും എടുത്ത് മുറ്റത്തേക്കിറങ്ങി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവന് വിശ്വാസമാവുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അച്ഛൻ പിന്നെ അവനോടൊന്നും പറയാൻ പോകുന്നില്ല. അവനെയും എടുത്ത് പുറത്തേക്കിറങ്ങുന്ന അച്ഛൻ ഒരു മിന്നാമിനുങ്ങിനെ കൈവീശി പിടിച്ച് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അവന് ഇക്കിളിയാകുന്നു, അത് അവൻ്റെ കയ്യിൽ ഇഴയുന്നു. അപ്പോൾ അവന് പെട്ടെന്ന് ഒരു തരം അറപ്പും അതേപോലെ തന്നെ ഒരു സംശയവും ഒക്കെ വന്ന് അവൻ കൈ കുടഞ്ഞു. അപ്പോൾ അങ്ങനെ കൈ കുടഞ്ഞു കഴിഞ്ഞപ്പോൾ നക്ഷത്രം റോസാ ചെടിയുടെ തലപ്പിൽ മിന്നുന്നു. അപ്പോൾ അവൻ കാണുമ്പോൾ റോസാ ചെടിയുടെ തലപ്പിൽ മിന്നാമിനുങ്ങ് ഇരിക്കുന്നതായിട്ട് അവന് മനസ്സിലായി. അപ്പോൾ നക്ഷത്രം റോസാ ചെടിയുടെ തലപ്പിൽ മിന്നുകയാണ് എന്നാണ് അവൻ പറയുന്നത്. അമ്മയുടെ കാതിലെ കമ്മൽ പോലെ. അപ്പോൾ കുട്ടി അമ്മയുടെ കാതിലെ കമ്മൽ പോലെയാണ് ആ മിനുങ്ങുന്ന മിന്നാമിനുങ്ങ് കണ്ടപ്പോൾ അവന് തോന്നുന്നത്. അമ്മയുടെ കാതിലെ കമ്മലും മിനുങ്ങുന്നുണ്ട്, ഈ നക്ഷത്രവും മിനുങ്ങുന്നുണ്ട്. അപ്പോൾ അവന് കമ്മൽ വേണം എന്നാണ് ഇപ്പോൾ അവൻ പറയുന്നത്. അച്ഛൻ മിന്നാമിനുങ്ങിനെ കുപ്പിയിലാക്കി കിടപ്പറയുടെ ജനാലയിൽ വെച്ചു. അവനത് നോക്കിക്കിടന്നു. മിന്നുന്നു, മായുന്നു. അപ്പോൾ ആ മിന്നാമിനുങ്ങ് കുപ്പിയിൽ കിടന്ന് മിന്നുകയും മായുകയും ചെയ്യുന്നത് അവൻ കാണുകയാണ്. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, അമ്മയുടെ കമ്മൽ മിന്നുകയല്ലാതെ മായാറില്ലല്ലോ. അപ്പോൾ അവൻ ഈ മിന്നുന്ന മിന്നാമിനിനെ കണ്ടപ്പോൾ അമ്മയുടെ കമ്മലാണെന്നാണ് അവന് തോന്നിയത്. പക്ഷേ അത് മിന്നുക മാത്രമല്ല, മായുന്നുമുണ്ട്. അപ്പോൾ മിന്നാമിനുങ്ങ് മായുകയും അതേപോലെ തന്നെ മിന്നുകയും ചെയ്യുന്നു. അപ്പോൾ കുട്ടി വിചാരിക്കുകയാണ്, അമ്മയുടെ കമ്മൽ ഇതുപോലെ മിന്നുകയും മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലാതെ മായാറില്ല എന്ന് അവൻ
അപ്പോൾ ചിന്തിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കിടന്ന ശേഷം കുട്ടി മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. അവൻ ഉറങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ ഉറക്കത്തിൽ അവൻ സ്വപ്നം കാണുകയാണ്. മിന്നാമിനുങ്ങ് മിന്നുകയും മായുകയും ചെയ്യുന്നു. അപ്പോൾ കുട്ടി വിചാരിക്കുകയാണ്, അമ്മയുടെ കമ്മൽ മിന്നുകയല്ലാതെ മായാറില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച ശേഷം കുട്ടിയുടെ കണ്ണുകളും ചിമ്മുകയും നിവരുകയും ചെയ്തു. അപ്പോൾ അവനും ഒരു ഉറക്കത്തിലേക്ക് ചിമ്മുകയും നിവരുകയും ഒക്കെ ചെയ്തുകൊണ്ട് കുട്ടി ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. അവൻ ഉറക്കത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉറങ്ങുന്ന അവസരത്തിൽ അവൻ ഒരു സ്വപ്നലോകത്തേക്ക്, ഇപ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്ത് നിന്ന് അവനൊരു സ്വപ്നലോകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവന് തോന്നുകയാണ് തലയിൽ മിന്നാമിനുങ്ങുകൾ മൂളിപ്പറക്കുന്നത് പോലെ. അപ്പോൾ തലയിൽ മിന്നാമിനുങ്ങുകൾ മൂളിപ്പറക്കുന്നത് പോലെ ഒരു ഭാവനയുടെ ദൃശ്യം, ഒരു സങ്കല്പലോകത്തിലേക്ക്, ഭാവനാലോകത്തിലേക്ക് കുട്ടി പോവുകയാണ്. അപ്പോൾ അവിടെ തലയിൽ മിന്നാമിനുങ്ങുകൾ മൂളിപ്പറക്കുന്നത് പോലെ അവനൊരു അനുഭവം ഉണ്ടാകുന്നു. കാറ്റിൽ പറന്നു പൊങ്ങാൻ എന്ത് രസം. അപ്പോൾ സ്വപ്നത്തിൽ കുട്ടി കാറ്റിൽ പറന്നു പൊന്തുന്നത് പോലെ കുട്ടിക്ക് തോന്നുകയാണ്. അങ്ങനെ കുട്ടി ഒരു സ്വപ്നലോകത്തിലേക്ക്, സ്വപ്നലോകത്തിലേക്ക് ഉറക്കത്തിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അവൻ എന്തൊക്കെയാണ് കാണുന്നത്, ആ സ്വപ്നലോകത്ത് അവൻ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഉറങ്ങുന്ന കുട്ടി സ്വപ്നം കാണുകയാണ്. നക്ഷത്രങ്ങളുടെയും മഴവില്ലിൻ്റെയും ലോകത്തേക്കാണ് അവൻ സ്വപ്നത്തിൽ ഉയരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഭൂമിയിൽ എന്താണുള്ളത്? പൂക്കളും മിന്നാമിനുങ്ങുകളും. അപ്പോൾ പൂക്കളുടെയും മിന്നാമിനുങ്ങുകളുടെയും ലോകത്ത് നിന്ന് കുട്ടി എങ്ങോട്ട് പോവുകയാണ്? മഴവില്ലിൻ്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ലോകത്തേക്ക് പോവുകയാണ്. അതായത് ഭാവനാലോകം, ഒരു തരം സ്വപ്നലോകം. അങ്ങനെ സ്വപ്നലോകത്തേക്ക് കുട്ടി മെല്ലെ മെല്ലെ പോകുന്നു. അപ്പോൾ അവിടെ കുട്ടി ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. ആ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നാണ് പിന്നീട് നമ്മളോട് പറയുന്നത്. ആകാശം കാണുന്ന കുട്ടിക്ക് അമ്മയുടെ നീല പട്ടുസാരി പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ആകാശം അമ്മയുടെ നീല പട്ടുസാരി പോലെ അവൻ അനുഭവപ്പെടുന്നു. നരച്ച താടിയും മീശയുമുള്ള അമ്പിളി അമ്മാവൻ, അവിടെ അമ്പിളി അമ്മാവനുണ്ട്. അതിന് ചുറ്റും ഒരുപാട് നക്ഷത്രങ്ങളുണ്ടാവാം. അപ്പോൾ അമ്പിളി അമ്മാവൻ അരിമണി പെറുക്കുന്നതായിട്ട് അവന് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ അമ്പിളി അമ്മാവൻ്റെ ആ വെളുത്ത നിറത്തെ ഇവിടെ മനോഹരമായിട്ട് താടിയും മീശയും ഒക്കെയുള്ള അമ്പിളി അമ്മാവൻ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ വിതറിക്കിടക്കുന്ന, അരിമണി പോലെ കിടക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങൾ അമ്പിളി അമ്മാവന് ചുറ്റും കുട്ടി കാണുകയാണ്. അപ്പോൾ അമ്പിളി അമ്മാവൻ അരിമണി പെറുക്കുന്നത് പോലെ അവന് തോന്നുകയാണ്. അപ്പോൾ തീർത്തും ഒരു ഭാവനാലോകത്തേക്ക്, ഒരു സ്വപ്നലോകത്തേക്ക് കടന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ നമ്മൾ. അങ്ങനെ കടന്ന ഒരു കുട്ടിയെയാണ് കാണുന്നത്. അങ്ങ് ദൂരെ മറ്റൊരു കാഴ്ച കൂടി അവൻ കാണുന്നു. അതെന്താണ്? ഒരു ചുവന്ന കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിൽ തലപ്പാവും വാളുമേന്തി രാജാവ് പടപ്പുറപ്പെട്ടു വരുന്നു. അപ്പോൾ അവനൊരു കൊട്ടാരം, ചുവന്ന നിറത്തിലുള്ള കൊട്ടാരം കാണുന്നു. അവിടെ തലപ്പാവും വാളുമേന്തി രാജാവ് പുറപ്പെട്ടു വരുന്നതായിട്ട് അവന് തോന്നുന്നു. 7 നിറമുള്ള മഴവില്ല്. അപ്പോൾ അവിടെ ആകാശ നക്ഷത്രവും അമ്പിളിയമ്മാവനും മഴവില്ലും അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു സ്വപ്നലോകമാണ് ഇപ്പോൾ കുട്ടി കാണുന്നത്. അവൻ ഉറക്കത്തിൽ ആ ഒരു സ്വപ്നലോകത്തേക്ക് എത്തി. ആകാശത്തിലെ സുന്ദര ദൃശ്യങ്ങൾ, ആകാശത്തിലെ വിസ്മയ ദൃശ്യങ്ങൾ അവൻ സ്വന്തം കൺമുന്നിൽ കാണുന്നത് പോലെ ആ ഉറക്കത്തിൽ കാണുകയാണ്. അപ്പോൾ അവന് ഈ മഴവില്ല് കാണുമ്പോൾ, 7 നിറമുള്ള മഴവില്ല് കാണുമ്പോൾ അവന് ഓർമ്മ വരുന്നത് അമ്മ പറയുന്ന ഒരു കഥയാണ്. എല്ലാം 7ആണ്, കഥകളിയിലെ ചുവന്ന താടിയുടെ വേഷം പോലെ. അപ്പോൾ കഥകളിയിലെ ചുവന്ന താടിയുടെ വേഷം ഇങ്ങനെ 7 നിറത്തിലുള്ളതാണ് എന്ന് അവൻ ഓർക്കുകയാണ്. അവനോട് അമ്മ പറഞ്ഞ കാര്യം അവൻ ഓർക്കുകയാണ്. അപ്പോൾ ആ കഥകളിയിലെ ആ വേഷം ഒരു ദിവസം അമ്പലപ്പറമ്പിൽ വെച്ച് കണ്ടപ്പോൾ ഈ കുട്ടി പേടിച്ചു പോയിരുന്നു. അപ്പോൾ അങ്ങനെ പേടിച്ച് അവന് പനി വന്നു, അവൻ്റെ ബോധം പോയി. അപ്പോൾ ആ കാര്യം അവന് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ഈ 7 നിറത്തിലുള്ള കഥകളിയിലെ ചുവന്ന താടിയുടെ കാര്യം ഓർത്തപ്പോൾ, ആ വേഷത്തിൻ്റെ കാര്യം ഓർത്തപ്പോൾ പെട്ടെന്ന് കുട്ടിക്ക് പേടിയാവുകയാണ്. അപ്പോൾ അന്ന് പനി വന്ന കാര്യം അവൻ ഓർക്കുന്നു. എത്ര സൂചിയാണ് കയ്യിലും പുറത്തും കുത്തിയിട്ടുള്ളത്. അന്ന് കുടിച്ച കഷായം വരെ കുട്ടിക്ക് ഓർമ്മ വന്നു. അന്ന് പനി പിടിച്ചു, ആശുപത്രിയിൽ പോയിട്ടുണ്ടാവണം, അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതൊക്കെ അവൻ ഓർമ്മ വരികയാണ്. എത്ര സൂചിയാണ് അന്ന് കുത്തിയത്, എല്ലാം ഓർമ്മ വരുന്നു. അപ്പോൾ അന്ന് അമ്മ അവനെ മാറോട് ചേർത്ത് മുടിയിൽ തലോടി ഉമ്മ വെച്ചിരുന്നു. അങ്ങനെ പനിയൊക്കെ പിടിച്ച് സൂചിയൊക്കെ വെച്ച് കരഞ്ഞ് വിതുമ്പി നിന്ന കുട്ടിയെ അമ്മ മാറോട് ചേർത്ത് മുടിയിൽ തലോടി ഉമ്മ വെച്ച കാര്യം അവൻ ഓർക്കുകയാണ്. അപ്പോൾ അമ്മയുടെ കണ്ണുകളുടെ ആ തിളക്കം, അമ്മയുടെ കണ്ണുകളിലുള്ള
തിളക്കം അവൻ ഓർമ്മ വരികയാണ്. കറുത്ത കൺപീലികൾക്കിടയിൽ മിനുങ്ങുന്ന അമ്മയുടെ കണ്ണുകളെ അവൻ ഓർക്കുകയാണ്. അപ്പോൾ അത്രയും ഭംഗിയുള്ള മിനുങ്ങുന്ന അമ്മയുടെ കണ്ണുകളെ പറ്റിയുള്ള ചിന്ത പെട്ടെന്ന് കുട്ടിക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ അത്രയും മനോഹരമായ മിനുങ്ങുന്ന തിളങ്ങുന്ന ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ നക്ഷത്രത്തെ തേടി വന്നത് എന്നോർത്ത് കുട്ടിക്ക് ചിരി വന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മയെ പറ്റി ഓർക്കുന്നു. അപ്പോൾ അമ്മയുടെ കണ്ണുകളുടെ തിളക്കം കുട്ടിക്ക് ഓർമ്മ വരികയാണ്. അത്രയും തിളക്കമുള്ള അമ്മ അരികിലുണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ നക്ഷത്രത്തെ തേടി ഇങ്ങനെ വന്നത് എന്നോർത്തിട്ട് കുട്ടിക്ക് ചിരി വരികയാണ്. മാത്രമല്ല ചിരിയുടെ കൂടെ ദുഃഖം കൂടി വരുന്നു. അപ്പോൾ എന്തിനായിരിക്കും കുട്ടിക്ക് ദുഃഖം വന്നിട്ടുണ്ടാവുക? അവൻ ഓർക്കുകയാണ്, അമ്മ എവിടെ? അമ്മയെ കാണുന്നില്ല. അപ്പോൾ കുട്ടി ചിന്തിക്കുകയാണ്, അമ്മ എവിടെയാണ്, അമ്മ എവിടെ എന്നോർത്തിട്ടാണ് അവന് ദുഃഖം വരുന്നത്. അപ്പോൾ പെട്ടെന്ന് അവന് ചിരി വന്നു. ചിരി വന്നത് നല്ല തിളക്കമുള്ള മിനുങ്ങുന്ന കണ്ണുകളുള്ള അമ്മയുടെ അടുത്ത് നിന്ന് എന്തിനാണ് നക്ഷത്രത്തിൻ്റെ തിളക്കം കണ്ടു വന്നത് എന്നോർത്തിട്ടാണ് അവന് ചിരി വരുന്നത്. പക്ഷേ പെട്ടെന്ന് അവന് ദുഃഖവും ഉണ്ടാവുന്നു. അതവൻ അമ്മയെപ്പറ്റി ഓർത്തപ്പോൾ പെട്ടെന്ന് വന്ന ഒരു ദുഃഖമാണ്. അമ്മ എവിടെയാണ്? അമ്മയെ കാണുന്നില്ല. അപ്പോൾ അമ്മ എവിടെയാണ് എന്നോർത്ത് അവന് ദുഃഖവും ഉണ്ടാവും. പിന്നെ അവൻ കണ്ട ഓരോരോ കാഴ്ചകൾ, നല്ല തിളക്കമുള്ള നക്ഷത്രം, നക്ഷത്രത്തിൻ്റെ നിറമുള്ള മിന്നാമിനുങ്ങ്, അതിനേക്കാൾ നിറമുള്ള അമ്പിളിയമ്മാവൻ, എല്ലാത്തിൻ്റെയും നിറം പെട്ടെന്ന് മാഞ്ഞതുപോലെ ഒരു ഭീകരമായ ഇരുട്ട് വ്യാപിക്കുന്നു. അപ്പോൾ ഈ കുട്ടി ഈ സുന്ദരമായ ദൃശ്യങ്ങളെ പറ്റിയെല്ലാം ഓർക്കുന്നു. നല്ല തിളക്കമുള്ള നക്ഷത്രം, നക്ഷത്രത്തെ പോലെ നിറമുള്ള മിന്നാമിനുങ്ങ്, അതിനേക്കാൾ നിറമുള്ള അമ്പിളിയമ്മാവൻ. അപ്പോൾ ഇങ്ങനെയുള്ള സുന്ദരമായ കാഴ്ചകൾ, ഇതിനെ പറ്റിയൊക്കെ ഓർക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ഇരുട്ട് വ്യാപിച്ചതുപോലെ, എന്തോ ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ഇരുട്ട് പെട്ടെന്ന് വ്യാപിച്ചതുപോലെ കണ്ട് അവൻ ഞെട്ടി ഉണർന്നു. സ്വപ്നലോകത്തെ കാഴ്ചകളിൽ നിന്ന് കുട്ടി തിരിച്ചു വരികയാണ് യാഥാർത്ഥ്യത്തിലേക്ക്. അപ്പോൾ യാഥാർത്ഥ്യ ലോകത്തേക്ക്, ശരിക്കുമുള്ള ലോകത്തേക്ക് അവൻ തിരിച്ചു വരികയാണ്. അവൻ ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ അങ്ങനെ ഉണർന്ന് നോക്കിയപ്പോൾ ഒരു കുപ്പിയിൽ മിന്നാമിനിങ്ങനെ പിടിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ നോക്കിയപ്പോൾ, കുപ്പിയിൽ നോക്കിയപ്പോൾ കുട്ടി ഞെട്ടിപ്പോവുകയാണ്. കുപ്പിയിൽ നക്ഷത്രത്തെ കാണുന്നില്ല. നക്ഷത്രം എവിടെ? കുപ്പിയിൽ ഒരു വൃത്തികെട്ട പുഴു ചത്ത് കിടന്ന് ഉറുമ്പരിക്കുന്ന ഒരു കാഴ്ചയാണ് അവൻ കാണുന്നത്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവുകയാണ്, ഈ കാണുന്നത് ഇന്നലെ പിടിച്ചുകൊണ്ട് വന്നത് നക്ഷത്രമല്ല എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. കുട്ടി അറപ്പോടെ ആർത്ത് വിളിച്ചു, അച്ഛാ, നക്ഷത്രമല്ല, പുഴു, വെറും പുഴു, അതിനെ എടുത്ത് ദൂരെ കളയൂ. അപ്പോൾ അവന് യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. അത് നക്ഷത്രമല്ല, അതൊരു പുഴു തന്നെയാണ് എന്ന് കുട്ടി തിരിച്ചറിയുന്നു. അപ്പോൾ അതിനെ കണ്ട് പറയണം, അച്ഛനെ വിളിച്ച് അവൻ പറയുകയാണ്, അതിനെ എടുത്ത് ദൂരെ കളയൂ എന്ന് പറയുന്നു. അപ്പോൾ കുട്ടി പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ സ്വപ്നലോകത്ത് നിന്ന്, ഭാവനയുടെ ലോകത്ത് നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ തിരിച്ചറിവിലേക്ക് എത്തുന്ന ഒരു കുട്ടിയെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ അവസാനം കാണുന്നത്. അങ്ങനെ അവൻ നക്ഷത്രമല്ലത്, അതൊരു പുഴുവാണ് എന്ന സത്യം മനസ്സിലാക്കുന്നു. ശേഷം അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകളെപ്പറ്റി അവൻ ഓർമ്മ വരികയാണ്. ആ കണ്ണുകൾ, അമ്മയുടെ തിളക്കമുള്ള കണ്ണുകളുടെ അരികിൽ നിന്ന് എന്തിനാണ് നക്ഷത്രം തേടി പോയത് എന്ന് നേരത്തെ കുട്ടി ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ പിടിച്ചുകൊണ്ട് വെച്ചത് അല്ലെങ്കിൽ ആ കുപ്പിയിലിരുന്നത് നക്ഷത്രമല്ല, അത് പുഴുവാണ് എന്ന യാഥാർത്ഥ്യം കൂടി അവൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ അമ്മയുടെ കണ്ണുകളുടെ തിളക്കത്തെപ്പറ്റി അവൻ ഓർമ്മ വരുന്നു. അങ്ങനെ ആ കണ്ണുകൾ കാണാൻ വേണ്ടി, നോക്കാൻ വേണ്ടി കുട്ടി അടുക്കളയിലേക്ക് ഓടുകയാണ്. ഇങ്ങനെയാണ് ഈ മനോഹരമായ സുന്ദരമായ പാഠഭാഗം അവസാനിക്കുന്നത്. നമുക്കറിയാം, ലളിതാംബിക അന്തർജനത്തിൻ്റെ ഓറഞ്ച് കുട്ടി എന്ന രചനയിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓറഞ്ച് കുട്ടി എന്ന കൃതി, ആ രചന വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ പാഠഭാഗത്ത് കണ്ടതുപോലെ തന്നെ നമ്മളൊരു യാഥാർത്ഥ്യ ലോകത്തേക്ക്, ഭാവനയുടെ ലോകത്തു നിന്നും യാഥാർത്ഥ്യത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ലോകത്തേക്ക് നമ്മളെല്ലാം കൈപിടിച്ച് നടത്തുന്ന ഒരു കഥയാണ് ഈ പാഠഭാഗമെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഭാവനയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നലോകത്തുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിന് പുറകെ പോയി ജീവിതം കളയാതെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി നമ്മുടെ ചുറ്റുമുള്ള ജീവിതാവസ്ഥകളെപ്പറ്റി നമ്മൾ ബോധം ഉണ്ടായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളത് എന്താണ്, നമ്മൾ കാണുന്നത് ആരെയൊക്കെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള തിരിച്ചറിവുണ്ടായാൽ മാത്രമേ ജീവിതം
ശരിക്കും മനോഹരമാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടാത്തതിനെ തേടി ഓട്ടം നിർത്തിയിട്ട് നമ്മുടെ അടുത്തുള്ള നമുക്കുള്ള സുന്ദരമായ കാഴ്ചകളെ കാണാനും അതിനെ അറിയാനും എല്ലാവർക്കും കഴിയണം. അപ്പോൾ അങ്ങനെ ഒരു മഹത്തായ സന്ദേശം കൂടി ഈ പാഠഭാഗം നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഉള്ള നല്ല നല്ല കാര്യങ്ങളെ കാണാതെ ഇല്ലാത്തതിനെ മോഹിച്ച് പോകുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള സുന്ദരമായ ദൃശ്യങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ കൂടെയുള്ള നല്ല നല്ല നിമിഷങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് വളരെ മനോഹരമായി മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും. താങ്ക് യു.